ഹായ്, നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗോഡ് ഫാദറിനെ കുറിച്ചാണ്. ഗോഡ് ഫാദർ എന്ന് കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എന്താ വരിക? നിങ്ങൾ അത്യാവശ്യം അന്താരാഷ്ട്ര സിനിമകളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക 1971 പുറത്തിറങ്ങിയ ഫ്രാൻസിസ് കൊപ്പോളയുടെ ഗാങ്സ്റ്റർ മൂവിയായ ഗോഡ് ഫാദറിനെ കുറിച്ചാണ്. പക്ഷേ നിങ്ങളൊരു മലയാളി പോപ്പുലർ സിനിമ ആസ്വാദകനാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഗോഡ് ഫാദർ എന്നാൽ സിദ്ദിഖ് ലാലിൻ്റെ ഗോഡ് ഫാദറാണ്. എന്തിനാണ് റിലീസായി 32 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സിനിമകൾ പലതും കാണുന്ന സമയത്ത് അതിൻ്റെ കഥയൊക്കെ വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ കഥാപാത്ര സൃഷ്ടിയിൽ ചില വ്യക്തതക്കുറവ് അനുഭവപ്പെടാറുണ്ട്. കഥാപാത്രത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ പ്രേക്ഷകനുണ്ടെങ്കിൽ ആ കഥാപാത്രത്തോട് കൂടുതൽ കണക്ട് ചെയ്യാനും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനും പ്രേക്ഷകന് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മണിച്ചിത്രത്താഴിൻ്റെ കേസ് തന്നെ എടുത്താൽ, മണിച്ചിത്രത്താഴിൻ്റെ ക്ലൈമാക്സിൽ ഗംഗയും നഗലിനുമൊക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൽക്കട്ട നഗരത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, കൽക്കട്ട നഗരത്തിൽ എത്തിയതിന് ശേഷവും ഗംഗയിൽ ആ പഴയ അസുഖത്തിൻ്റെ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടോ എന്നും മറ്റുമൊക്കെ, അവരെങ്ങനെയായിരിക്കും ആ സിറ്റുവേഷനെ ഡീൽ ചെയ്തിട്ടുള്ളതെന്നും ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. നമുക്കറിയാം ഇതൊക്കെ വെറും സിനിമയാണെന്നും ഇതൊരു എഴുത്തുകാരൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണെന്നും. പക്ഷേ പിന്നെ എങ്ങനെയാണ് നമുക്കിത്തരം കൗതുകരമായിട്ടുള്ള ചിന്തകൾ വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ സിനിമയ്ക്ക് അപ്പുറവും ആ കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും നമ്മളുടെ മനസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം അത്രത്തോളം ഒരു വൈകാരികമായ അടുപ്പം നമുക്ക് ഈ കഥാപാത്രങ്ങളോടുണ്ട് എന്നതാണ് സത്യം. കാരണം ഗംഗയെക്കുറിച്ച് നമുക്കറിയാം, അവളുടെ കുട്ടിക്കാലം, ആ കുട്ടിക്കാലത്ത് അവൾ അനുഭവിച്ചിരുന്ന ഒറ്റപ്പെടലുകൾ, നഗലിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നമുക്കൊരു ധാരണയുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പല സിനിമകൾ കണ്ടിറങ്ങി കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു വൈകാരിക അടുപ്പം നമുക്ക് തോന്നാത്തത് കൊണ്ട് തന്നെ ആ സിനിമ കംപ്ലീറ്റായി തിയേറ്റർ വിടുമ്പോൾ തന്നെ നമ്മൾ മറന്നുപോകും. തൽക്കാലം മണിച്ചിത്രത്താഴിൻ്റെ റെഫറൻസ് മാറ്റിവെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് വരാം. കഥാപാത്രങ്ങൾ വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നും. രണ്ടാമത്, ഒരു എഴുത്തുകാരൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കഥയ്ക്ക് വേണ്ട ഡ്രാമയും കോൺഫ്ലിക്റ്റുകളൊക്കെ ആ കഥാപാത്രം തന്നെ സൃഷ്ടിച്ചോളും. കൊമേഴ്ഷ്യൽ സിനിമാ വിഭാഗത്തിൽ തന്നെ ഈ രണ്ട് കാര്യങ്ങളും ഫലപ്രദമായി ഉപയോഗിച്ച് വിജയിച്ച ഒരു സിനിമയാണ് ഗോഡ് ഫാദർ. ഒരു തമാശ പടം എന്നതിനപ്പുറം ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാവിധ ഇൻഗ്രീഡിയൻസും ഉൾപ്പെടുത്തുകയും അതിനോടൊപ്പം തന്നെ പല പല ലെയേഴ്സ് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമ. ആ സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ. പണ്ട് മലയാള സിനിമയിൽ നമ്മൾ സ്ഥിരം കണ്ടിരുന്ന ഒരു കൺസെപ്റ്റാണ് പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ എന്നത്. ഇതിൻ്റെ ഒരു റിവേഴ്സ് കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് സിദ്ദിഖും ലാലും പുര നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികളുടെ കഥ എന്നുള്ള രീതിയിൽ ഒരു കഥ ആലോചിച്ച് തുടങ്ങിയത്. അങ്ങനെ പോകെ കഥ മുന്നോട്ട് പോകും തോറും അതിൻ്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കഥ ഒരു പോയിന്റിൽ വന്ന് സ്റ്റക്കായി നിന്നു. അങ്ങനെ വന്നപ്പോൾ ഈ എഴുത്തുകാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അവർ ഉപയോഗിച്ചു. അവർ കഥയുടെ തുടക്കത്തിലേക്ക് പോയതിന് ശേഷം എന്തുകൊണ്ടാണ് തങ്ങളുടെ കഥ മുന്നോട്ട് പോകാത്തത് എന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ചിന്തിച്ച് അവരതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി. 4 മക്കളും വിവാഹം കഴിക്കാത്തതിന് ഒരേ കാരണമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒരു കോൺഫ്ലിക്റ്റും ഡ്രാമയും ഒന്നും കഥയിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ കഥയെ പൊളിക്കാൻ തീരുമാനിച്ചു. 4 പേരുടെയും വിവാഹം നടക്കാത്തതിന് 4 കാരണങ്ങൾ കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഉണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റുകൾ കഥയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി. തിലകൻ അവതരിപ്പിക്കുന്ന ബാലരാമൻ കല്യാണം മുടങ്ങിയതുകൊണ്ട് അവിവാഹിതനായി തുടരുന്നു. ഇന്നസെൻ്റ് വിവാഹം കഴിച്ചത് മറച്ചുവെച്ച് അവിവാഹിതനായി അഭിനയിക്കുന്നു. ഭീമൻ രഘു ചേട്ടന്മാർ സമ്മതിക്കാത്തതുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അത് ചെയ്യാതെ അവിവാഹിതനായി തുടരുന്നു. മുകേഷ് ആകട്ടെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ട് തൽക്കാലം അവിവാഹിതനായി തുടരുന്നു. ഈ കഥാപാത്രങ്ങളുടെ കഥാപാത്ര രൂപീകരണം എന്ന് പറയുന്നത് ഈ കാരണത്തിലേക്ക് നയിച്ച ചില ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഈവൻ തിലകൻ പോലും വിധേയപ്പെട്ട് നിൽക്കുന്ന അഞ്ഞൂറാനെ അവതരിപ്പിച്ചത് അന്ന് നാടകവേദികളിലൊക്കെ വളരെ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന NN പിള്ളയാണ്. അതുകൊണ്ട് 1-2 സീനുകളിലൂടെ തന്നെ അദ്ദേഹം വളരെ പവർഫുൾ ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. എന്തു പറഞ്ഞാലും അതിനൊരു തർക്കുത്തരം പറഞ്ഞ് ഒരു ഹ്യൂമർ ജനറേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയെ സിനിമ നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. അഞ്ഞൂറാൻ്റെ കരങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് അയാളുടെ മക്കളാണ്. അഞ്ഞൂറാൻ നിലവിൽ ഫിസിക്കലി അവശനാണെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുവാൻ അയാളുടെ മക്കളുണ്ട്. തൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത സീനുകളിൽ പോലും സിനിമയിലുടനീളം ഒരു അദൃശ്യ സാന്നിധ്യമായി നമുക്ക് അഞ്ഞൂറാനെ കാണാം. മക്കളിലേക്ക് വന്നാൽ അഞ്ഞൂറാൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയായ മൂത്ത മകൻ ബാലരാമൻ. തിലകൻ്റെ ഈ കഥാപാത്രത്തിൽ മാസ് സിനിമകളിലെ ഹീറോകൾക്കുള്ള ഒരു സ്വാഗ് പ്രകടമാണ്. ആനപ്പാറയിലെ വീട്ടിലേക്ക് ആ ഗേറ്റൊക്കെ തള്ളി തുറന്നു വന്ന് ഭീഷണി മുഴക്കുന്ന പവർ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. നമുക്കറിയാം തിലകൻ എന്ന നടൻ ഫിസിക്കലി അത്ര പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ ആനപ്പാറയിലെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെന്ന് ഭീഷണി മുഴക്കുമ്പോൾ അവിടുത്തെ 4 ആൺമക്കൾ പോലും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ്.
എങ്ങനെയാണ് സിദ്ദിഖ് ലാൽ ഈ സീൻ ഇത്ര കൺവിൻസിംഗ് ആയി അവതരിപ്പിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ അപകടകാരികളായ മനുഷ്യരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കോൺസിക്വൻസുകളെക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ലാത്ത മനുഷ്യരായിരിക്കും അത്തരത്തിലുള്ളവർ. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ബാലരാമൻ്റേത്. തിലകൻ്റെ കഥാപാത്രത്തിൻ്റെ ബാക്ക് സ്റ്റോറി നോക്കുമ്പോൾ അയാൾ ഒരു മുറിവേറ്റ മൃഗമാണെന്ന് കാണാൻ കഴിയും. അയാൾക്ക് മുന്നും പിന്നും നോക്കാനില്ല. അഞ്ഞൂറാന്മാരുടെ അഭിമാനം മാത്രമാണ് അദ്ദേഹത്തെ ബാധിക്കുന്നത്. മുകേഷിൻ്റെ കഥാപാത്രത്തോട് ഒരു സീനിൽ തിലകൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, ആനപ്പാറക്കാർ വിളച്ചിലെടുത്താൽ ഒന്നും നോക്കണ്ട, കുത്തിക്കൂടലങ്ങെടുത്തേക്കാൻ. അതായത് ഭവിഷ്യത്തിനെക്കുറിച്ച് ഒട്ടും വറിയാത്ത ഒരു മനുഷ്യനാണ്. നേരെ മറിച്ച് ആനപ്പാറയിലെ മക്കളുടെ കാര്യം അങ്ങനെയല്ല. അവർ കുറച്ചുകൂടി ഫാമിലി ഓറിയൻറ്റഡ് ആണ്. അവരുടെ ഭാര്യമാർ പറയുന്നതൊക്കെ പ്രാധാന്യത്തോടെ അവർ കേൾക്കുന്നവരും. അതുകൊണ്ട് തന്നെ അവരവിടെ സൈലൻ്റായി സേഫ് സോണിൽ നിൽക്കുകയേ ഉള്ളൂ. മതം പൊട്ടിയ ആനയെപ്പോലെ വരുന്ന ബാലരാമനെ നേരിടാൻ അവർ തയ്യാറാകില്ല. അതായത് ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ ലോജിക്കലി കറക്റ്റാണ്. അതും ഹ്യൂമറിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയിലുടനീളം അഞ്ഞൂറാൻ്റെ കൂടെ ഏറ്റവും അധികം വിധേയത്തോടെ നിൽക്കുന്ന കഥാപാത്രമാണ് ബാലരാമൻ്റേത്. എന്തുകൊണ്ടാണ് ഇത്രയും വിധേയത്വം എന്ന് നമുക്ക് സിനിമയെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ബാലരാമൻ്റെ കല്യാണ സമയത്ത് വിവാഹപ്പന്തലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയാണ് പറവൂർ ഭരതൻ്റെ കഥാപാത്രം ബാലരാമൻ്റെ ഭാര്യയാകാൻ പോയിരുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്. ഇതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ക്ലാഷ് മൂലമാണ് അഞ്ഞൂറാന് ഭാര്യയെയും ആനപ്പാറയിലെ അച്ചമ്മയ്ക്ക് അവരുടെ ഭർത്താവിനെയും നഷ്ടമാകുന്നത്. തുടർന്ന് അഞ്ഞൂറാൻ ജയിലിൽ പോകുന്നു. അതായത് ബാലരാമനെ സംബന്ധിച്ച് കല്യാണം എന്ന് പറയുന്നത് ഒരു ട്രോമയാണ്. 1 തനിക്കും തൻ്റെ കുടുംബത്തിനും അഭിമാനത്തിനേറ്റ ക്ഷതം, 2 അമ്മയുടെ മരണം, 3 തനിക്കും കൂടി വേണ്ടിയാണ് തൻ്റെ അച്ഛൻ കൊലപാതകയായി ജയിലിൽ പോകേണ്ടി വന്നത് എന്നുള്ളൊരു തിരിച്ചറിവ്. ഇന്നസെൻറ്റിൻ്റെ സ്വാമിനാഥൻ എന്ന കഥാപാത്രത്തിലേക്ക് വന്നാൽ അച്ഛനെയും ചേട്ടനെയും പേടിച്ചൊരു മുഖം മൂടിയിട്ട് ജീവിക്കുന്നു എന്ന കാര്യം ഒഴിച്ചു നിർത്തിയാൽ സ്വാമിനാഥൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റുകൾക്ക് വഴങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. സിനിമയുടെ തുടക്ക സീനുകളിലൊന്നിൽ കടപ്പുറത്ത് വെച്ച് സീനത്തിൻ്റെ കഥാപാത്രം പെണ്ണിൻ്റെ ചൂടറിയാത്ത നീയൊക്കെ ഏതാണുങ്ങളാടാ എന്ന് ചോദിക്കുന്നുണ്ട്. ചുണയുണ്ടെങ്കിൽ അടിക്കട എന്ന് പറയുന്ന രംഗത്തിൽ സ്വാമിനാഥനാണ് അവരെ അടിക്കുന്നത്. അതിനു കാരണം ഒരു സ്ത്രീയുമായിട്ട് ഒരു രഹസ്യബന്ധം ഓൾറെഡി വച്ചു പുലർത്തുന്നത് സ്വാമിനാഥനാണെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രേക്ഷകർക്ക് ആദ്യ കാഴ്ചയിൽ ആ ട്വിസ്റ്റ് പിടികിട്ടില്ല. കാരണം ഈ ഡയലോഗ് പറഞ്ഞതിന് ഉടനെ അല്ല അടി വീഴുന്നത്. ചുണയുണ്ടെങ്കിൽ അടിക്കട എന്ന് പറയുമ്പോഴാണ് അടി വീഴുന്നത്. സോ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കംപ്ലീറ്റ് ആ ഒരു വെല്ലുവിളിയിലേക്ക് കോൺസെൻട്രേറ്റഡ് ആകും. ബട്ട് ലേറ്റർ ദാറ്റ് സീൻ ഗെറ്റ്സ് എ പേ ഓഫ്. മാത്രമല്ല ഇന്നസെൻറ്റിനെ വളരെ രസകരമായിട്ടാണ് ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻസ് ആണ് അദ്ദേഹം കാണിക്കാറ്. എനിക്ക് തോന്നുന്നത് ഇന്നസെൻറ്റിൻ്റെ തമാശ തൃപ്തിപ്പെടുത്തുന്നത് നമ്മളുടെ ഒരു ഇന്നർ ചൈൽഡിനെ തന്നെയാണ്. അതുപോലെ രാമഭദ്രൻ കല്യാണ ആവശ്യവുമായി ചേട്ടന്മാരെ ബന്ധപ്പെടുന്ന സമയത്ത് താനൊരു നിത്യബ്രഹ്മചാരിയാണെന്നും ഹനുമാൻ സേവ നടത്തുകയാണോ എന്നൊക്കെ പറഞ്ഞ് സ്വാമിനാഥൻ വലിയ ഒരു ഷോ തന്നെ നടത്തുന്നുണ്ട്. നമ്മളുടെ റിയൽ ലൈഫിൽ ചെറിയ ചില കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നവർ അത് മറച്ചു വെക്കാൻ വേണ്ടി കൂടെ ഞാൻ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് അടിക്കടി പറയുന്നത് കേട്ടിട്ടില്ലേ? എങ്ങാനും തൻ്റെ കള്ളി വെളിച്ചത്താവുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ്, അതായത് അവരുടെ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് അവരിങ്ങനെ ആവർത്തിക്കുന്നത്. ഈ സിനിമയിൽ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രത്തിൻ്റെ ആ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. രാമഭദ്രൻ്റെ ഒരേ ആവശ്യത്തോട് തിലകൻ്റെ കഥാപാത്രവും ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രവും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയാൽ തന്നെ ആ വ്യത്യാസം മനസ്സിലാകും. മുകേഷിൻ്റെ കഥാപാത്രത്തിലേക്ക് വന്നാൽ ഫാമിലിയിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഇവരുടെ മൊത്തത്തിലുള്ള ബിലീഫ് സിസ്റ്റത്തെ ഏറ്റവും അധികം ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ് മുകേഷിൻ്റെത്. രാമഭദ്രൻ്റെ ഒരു മിറർ ഇമേജ് പോലെ തന്നെ ആനപ്പാറയിലുള്ള ഒരു കഥാപാത്രമാണ് വീരഭദ്രൻ്റേത്. അവിടെയും മാറാൻ കഴിയുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കഥാപാത്രം യങ് ജനറേഷനിൽപ്പെട്ട ആളാണെന്ന് കാണാം. ഇവർക്കാണ് കമ്പാരിറ്റീവ്ലി ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് സിനിമയിൽ സംഭവിക്കുന്നതും അതാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. രാമഭദ്രൻ്റെ കഥാപാത്രം ജനിച്ചതും വളർന്നതും ഈ സിസ്റ്റത്തിനുള്ളിലായതുകൊണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വേണം. ഇവിടെ ആ ധർമ്മം നിർവഹിക്കുന്നത് മായൻകുട്ടിയാണ്. രാമഭദ്രൻ്റെ ഒരു സൈഡ് കിക്ക് പോലെ നിൽക്കുന്ന കഥാപാത്രമാണ് മായൻകുട്ടിയുടേത്. വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി സിനിമയുടെ കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പാരലൽ കോമഡി ട്രാക്കുള്ള കഥാപാത്രമല്ല മായൻകുട്ടി. സിനിമയിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് മായൻകുട്ടിയാണ്. വീണ്ടും വിചാരമില്ലാതെ പെട്ടെന്ന് എടുത്തുചാടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മായൻകുട്ടിയെ കാണിച്ചിരിക്കുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി 2 സന്ദർഭങ്ങൾ സിനിമയിലുണ്ട്. രക്ഷപ്പെടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും വെറുതെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന മായൻകുട്ടിയെ നമുക്ക് സിനിമയിൽ കാണാം. ഒരാവശ്യമില്ലാത്ത സമയത്ത് മരത്തിൽ വലിഞ്ഞു കയറുന്നതും അവിടുന്ന് വീഴുന്നതുമൊക്കെ ഈ എടുത്തുചാട്ടം കാരണമാണ്. അതുപോലെ സ്വാമിനാഥൻ്റെ രഹസ്യം പ്രേമചന്ദ്രനോട് പോയി പറയുന്നതും സ്വാമിനാഥൻ്റെ കല്യാണക്കാര്യം കൊച്ചമ്മണിയെ അറിയിക്കുന്നതും ഒക്കെ ഇതുപോലെ എടുത്തുചാട്ടം കാരണം സംഭവിക്കുന്ന മണ്ടത്തരങ്ങളാണ്. ഒടുക്കം ഉറ്റ സുഹൃത്ത് വിജയിക്കുമ്പോൾ തുള്ളിച്ചാടുന്ന മായൻകുട്ടി പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ഒരു കിക്ക് നൽകുന്നത് മായൻകുട്ടിയുടെ ആഘോഷത്തോടെയാണ്. പിന്നെ ഭീമൻ രഘുവിൻ്റെ കഥാപാത്രം, അഞ്ഞൂറാൻ ഫാമിലിയിലെ ഒരു ആൾക്കരുത്തിൻ്റെ ഫിസിക്കുള്ളത് യഥാർത്ഥത്തിൽ ഭീമൻ രഘുവിന് മാത്രമാണ്. പക്ഷേ തൻ്റെ ചേട്ടന്മാരെയും അച്ഛനെയും പേടിച്ചിട്ടാണ് അദ്ദേഹം കല്യാണം കഴിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലുണ്ട്.
സ്വാമിനാഥൻ്റെ കള്ളക്കളിയെക്കുറിച്ച് ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ അച്ഛനെയും കൂട്ടി ഓടി വരുന്നതൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഈ കഥാപാത്രത്തിൻ്റെ മറ്റൊരു പ്രധാന സിഗ്നിഫിക്കൻസ് വരുന്നൊരു സീനുണ്ട്. സ്വാമിനാഥൻ്റെ കർണക്കുറ്റിക്ക് ഒന്ന് കൊടുത്തതിന് ശേഷം നിൻ്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചു തലടാ എന്ന് അഞ്ഞൂറാൻ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. ഈ സീൻ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് തൊട്ടടുത്ത നിമിഷം സ്വാമിനാഥൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രേക്ഷകരെ ഒരു നിമിഷത്തേക്ക് മുൾമുനയിൽ നിർത്തിയ ശേഷം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ആ സീൻ എൻഡ് ചെയ്യുന്നുണ്ട്. രഘുവിൻ്റെ പ്രേമചന്ദ്രൻ എന്ന കഥാപാത്രം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു സീൻ പോസിബിൾ ആകുന്നത് തന്നെ. സിനിമയിലെ ഓരോ കഥാപാത്രവും സീക്വൻസുകളൊക്കെ എത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ആനപ്പാറയിലെ അച്ചമ്മയിലേക്ക് വന്നാൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടറാണ്. തൻ്റെ 4 ആൺമക്കളെയും വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ള സ്ത്രീ. കുരുട്ടുബുദ്ധിയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾ വളരെ ഫൂളിഷായിരിക്കും. ഒരേ സമയം ആനപ്പാപ്പാൻ്റെ കയ്യിൽ നിന്ന് തോട്ടി മേടിച്ച് പനിനീര് തളിയാനെ എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുന്ന അച്ചമ്മ, അഞ്ഞൂറാനെ കൊല്ലാനായി തോക്കുമായി ഒറ്റയ്ക്കിറങ്ങുന്ന അച്ചമ്മ തൊട്ടടുത്ത നിമിഷം ബോധം കെട്ട് വീഴുന്നതും കാണാം. എല്ലാവരെയും വിറപ്പിച്ചു നിർത്തി മാസ് ഡയലോഗ് അടിച്ചു നിൽക്കുന്ന ബാലരാമനെതിരെ സ്കോർ ചെയ്ത് ഒരു ഇമോഷണൽ അഡ്വാൻറ്റേജ് എടുക്കാൻ അവർക്ക് കഴിയുന്നുമുണ്ട്. ഇതേ കഥാപാത്രം തന്നെയാണ് പിന്നെ സ്വന്തം പേരക്കുട്ടിയുടെ കല്യാണത്തിന് പ്രവേശനം പോലും ഇല്ലാതെ തൻ്റെ ചിരവൈരിയായ അഞ്ഞൂറാൻ്റെ മുമ്പിൽ നിന്ന് വിതുമ്പുന്നത്. ഇത്തരത്തിൽ പല സ്വഭാവ രീതികളും സമന്വയിപ്പിച്ച് വളരെ പെർഫെക്റ്റായി അവതരിപ്പിക്കാൻ ഫിലോമിനയ്ക്കല്ലാതെ മറ്റൊരു നടിക്ക് സാധിക്കുമോ എന്ന് പോലും സംശയമാണ്. സിനിമയിലെ ഗാനങ്ങളുടെ പ്ലേസ്മെൻ്റൊക്കെ വളരെ മികച്ചതാണ്. അങ്ങാടിയിൽ കിടന്ന് അടികൂടുന്നതിനിടയ്ക്ക് നിയന്ത്രണം വിട്ടു നിൽക്കുന്ന മക്കളെ കൊല്ലം തുളസിയുടെ കഥാപാത്രം നിയന്ത്രിക്കുന്നത് പോലും അഞ്ഞൂറാൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞാണ്. അഞ്ഞൂറാൻ്റെ മക്കൾ എന്ന സ്വത്വം അവരെ ഏത് നിമിഷവും വലിഞ്ഞു മുറുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷം പെട്ടെന്ന് ഒരു ഇമോഷണൽ ഔട്ട്ബ്രേക്കിലേക്ക് കടന്ന സമയത്ത് അവരുടെ ഉള്ളിലെ വികാരത്തെ പ്രതിഫലിക്കുന്ന പോലെയാണ് നീർപ്പളുങ്കുകൾ എന്ന ഗാനം ഒഴുകി വരുന്നത്. സിനിമയുടെ ക്ലൈമാക്സിൽ സംവിധായകൻ നടത്തുന്ന അപ്രോച്ച് വളരെ ഡിഫറൻ്റാണ്. അതുവരെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഹ്യൂമറാണ് സിനിമയിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ പൊടുന്നനെ ചാർലി ചാപ്ലിൻ്റെ പോലെയുള്ള ഒരു സ്ലാപ്സ്റ്റിക് ഹ്യൂമറിലേക്ക് സിനിമ മാറുകയാണ്. സിനിമ പലപ്പോഴായി സൃഷ്ടിച്ചെടുത്ത പിരിമുറുക്കങ്ങളിൽ നിന്നുള്ള ഒരു ആശ്വാസമായിട്ടാണ് പ്രേക്ഷകർ അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ സീനുകളിലെ ലോജിക്ക് കംപ്ലീറ്റ് മറന്നുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത് ആസ്വദിച്ചു. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അച്ഛൻ പറഞ്ഞു ആ മനസ്സെനിക്ക് കേൾക്കാം എന്ന് തിലകൻ പറയുമ്പോൾ നമ്മളും വിശ്വസിച്ചു പോകുന്നു. അഞ്ഞൂറാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. അത് അഞ്ഞൂറാൻ്റെ ശബ്ദമായി തന്നെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത്. കഥാപാത്ര സൃഷ്ടിയുടെ പവർ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അഞ്ഞൂറാൻ കാല് പുറകോട്ട് വലിക്കുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് ഷോക്ക്ഡ് ആവുന്നു. അച്ഛനെ ഏറ്റവും അടുത്തറിയാവുന്ന ബാലരാമൻ പോലും. ഈ ഒരു ട്വിസ്റ്റ് വളരെ ഓർഗാനിക്കായിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത് പോലും. അഞ്ഞൂറാനെ പോലുള്ള ഒരു മനുഷ്യനെ ഈ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ പോലെ നല്ല ഈഗോ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം പെട്ടെന്ന് മാപ്പ് കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അദ്ദേഹം ഒന്നും സംസാരിക്കാതെ കാറിൽ കയറുന്നു. ആ ഒരു ട്രാവലിൽ അദ്ദേഹം പല കാര്യങ്ങളും തന്നെ മനസ്സിലിട്ട് പുനർവിചിന്തനം നടത്തുന്നു. അങ്ങനെ തനിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനത്തിൽ തന്നെ അദ്ദേഹം എത്തിച്ചേരുന്നു. വീടിന് മുന്നിലെ ബോർഡ് വലിച്ചെറിഞ്ഞതിന് ശേഷം കേറി വാടാ മക്കളെ എന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ മക്കളുടെ റിയാക്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതം കലർന്ന സന്തോഷം തന്നെയാണ്. അവിടെ അച്ഛൻ്റെ എക്സ്റ്റൻഷനായ ബാലരാമൻ്റെ മുഖത്ത് നോക്കിയാൽ ഉള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കാണാം. അവിടെ അത്ഭുതമല്ല, മറിച്ച് മറ്റാരേക്കാളും നന്നായി അച്ഛനെ എനിക്കറിയാം, ഈ തീരുമാനമേ അച്ഛൻ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു നിർവൃതി നമുക്ക് ആ മുഖത്ത് വായിച്ചെടുക്കാം. ഒരാൾ അഭിനയിക്കുമ്പോൾ സഹതാരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റിയാക്ഷൻസ് എത്രത്തോളം ഒരു സീനിനെ എലിവേറ്റ് ചെയ്യും എന്ന് നമുക്ക് ഇത്തരം സീനുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമൊക്കെ എത്രത്തോളം സൂക്ഷ്മത പുലർത്തി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ സീനുകളൊക്കെ. ഗോഡ് ഫാദർ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.